ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോകുല് തൻ്റെ വീട്ടിലോട്ട് കയറി വരികയാണ് കേട്ടോ. ഈ സമയം സത്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറയാം, എന്താ ഗോകുൽ ഇന്ന് ഇത്ര നേരം വൈകിയത്? ഒന്നുമില്ല, ഹേമന്തുമായി സംസാരിച്ച് അങ്ങനെ അങ്ങ് ഇരുന്ന് പോയി. ഇന്നിന് എൻ്റെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചത് കൊണ്ടായിരിക്കൂലേ? അപ്പോഴേക്കും ഗോകുല് ചോദിക്കുക, അച്ഛൻ ഉറങ്ങിയോ? സച്ചി സാർ ഇതുവരെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കിടന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഇന്ദു അവിടെ എത്തിയിട്ടോ. അങ്ങനെ സാവിത്രിയും ഭക്ഷണം കൊടുന്നു വെക്കാണ്. അപ്പോൾ ഗോകുലിനോട് പറയാണ് സത്യൻ, എന്തായാലും നീ നല്ല ഹാപ്പി ആയിരിക്കുമല്ലേ ഇന്ന് നിൻ്റെ വിവാഹം ഉറപ്പിച്ചതിൽ? അപ്പോൾ സാവിത്രി പറയണേ, എനിക്ക് എൻ്റെ മകൻ്റെ വിവാഹം ഉറപ്പിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ഇന്ദുവിൻ്റെ കല്യാണത്തിന് മുന്നേ. അത് എനിക്ക് ദൈവം സാധിപ്പിച്ചു തന്നു എന്ന് പറയണേട്ടോ. അപ്പോൾ ഈ സമയം എന്ത് പറയണേ, അത് ശരിയാണെന്ന് പറയണേ. എന്നാൽ ഈ സമയം സത്യം പറയണേ, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ഇന്ദുവിൻ്റെ വീട്ടിൽ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ സാവിത്രി പറയണേ, പറയണം, ഇന്ദുവിൻ്റെ ഇൻവിറ്റേഷൻ ലെറ്റർ ഒന്ന് കിട്ടട്ടെ, അപ്പോൾ അത് കൊണ്ടു കൊടുക്കാൻ പോകുമ്പോൾ ആ സമയം പറയണം എന്ന് പറയാം കേട്ടോ. അപ്പോൾ സത്യം പറയണ, അയ്യോ അത് പറയുന്നത് ശരിയല്ലല്ലോ, കാരണം നിങ്ങൾ എൻ്റെ ബന്ധുവാവാൻ പോകുന്ന ആളല്ലേ ഇന്ദുവിൻ്റെ വീട്ടുകാർ. അപ്പോൾ അവർ ഒരു ജോത്സ്യനെ കണ്ട് വിവാഹ നിശ്ചയമൊക്കെ ഉറപ്പിച്ച വിവരം ഉറപ്പിക്കാൻ പോകുമ്പോൾ ക്ഷണിക്കാൻ പോകുമ്പോഴാണ് അവരെ അറിയേണ്ടത്. അതിനു മുന്നേ അവരെ അറിയണ്ടേ ജോത്സ്യനെ കണ്ട വിവരം ഒരു ഫോണിലൂടെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഗോകുൽ പറയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങളുടെ ഇന്ദുവിനെ അങ്ങോട്ട് കൊടുക്കുകയാണ്, അല്ലാതെ ഞങ്ങൾ ഇങ്ങോട്ട് വാങ്ങുകയല്ലോ. അപ്പോൾ അവർ ആ സമയമൊക്കെ എന്നാ അറിഞ്ഞാൽ മതി. പിന്നെ അവർ കുറച്ച് സ്വാർത്ഥ താല്പര്യക്കാരാണ്, അവർക്ക് എന്തിലും ഏതിലും അവരാണ് വലിയവർ എന്നൊരു തോന്നലുണ്ട്. ആ തോന്നൽ ഇപ്പോഴെ തന്നെ നുള്ളിക്കളഞ്ഞാലേ ശരിയാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് സത്യത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ. എന്നാൽ ഈ സമയം ഗോകുല് അത് പറയുമ്പോൾ ഇന്ദുവും പറയണ ശരിയാണ്, അത്രയ്ക്ക് വില അവർക്ക് കൊടുത്താൽ മതി എന്ന് ഇന്ദുവും പറയണ കേട്ടോ. പിന്നീട് ഗോകുല് പറയണ, അമ്മ അച്ഛനൊന്ന് കാണാൻ പറ്റുമോ? ഇല്ല, അച്ഛൻ ഉറങ്ങി, മരുന്ന് കഴിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഉറങ്ങിക്കോട്ടെ, എന്നാൽ എനിക്ക് ഭക്ഷണം അമ്മ എടുത്തു വെക്കുമോ? എടുത്തു വെക്കാം. അപ്പോഴേക്കും സത്യനോട് ചോദിക്കുക, നീ കഴിച്ചോ? ഞാൻ എപ്പോഴോ കഴിച്ചു, ഞാൻ ഉറങ്ങാൻ പോട്ടെ എന്ന് പറഞ്ഞ് സത്യനും അങ്ങ് ഉറങ്ങാൻ പോവാണ് കേട്ടോ. പിന്നീട് മഞ്ചാടിയാണ് കാണിക്കുന്നത്. മഞ്ചാടി നല്ല മഴയാണ്. അപ്പോൾ തൻ്റെ ആ ഒരു ബാൽക്കണിയിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ചീരി ചോദിക്കുകയാണ്, എടി വിവാഹ നിശ്ചയം ഉറപ്പിച്ചപ്പോഴേക്കും നിനക്ക് ചിന്തകൾ ആലോചനയൊക്കെ തുടങ്ങിയോ? അപ്പോൾ മഞ്ചാടി ചോദിക്കുന്ന ചോദ്യം കേട്ട അനുപമ ആകെ ഞെട്ടിപ്പോവാണ്. സത്യത്തിൽ ഈ വിവാഹ നിശ്ചയം പറയുന്നത് എന്താ എന്ന് മഞ്ചാടി ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന ചീരു പറയണേ, നീ ഞങ്ങളുടെ എൻഗേജ്മെൻ്റ് ഒന്നും കണ്ടിട്ടില്ലേ? എന്ത് ചോദ്യമാണ് നീ ചോദിക്കുന്നത്? അല്ല ചേച്ചി, അറിയാൻ വേണ്ടിയിട്ടാണ്. അതെ, ഈ വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് ഏകദേശം ഒരു കല്യാണം തന്നെയാണെന്ന് അനുപമ പറയാണ്. അപ്പോൾ തന്നെ മഞ്ചാടിയുടെ നെറ്റി ചുളിയുന്നുണ്ട്. അങ്ങനെ മഞ്ചാടിയോട് പറയണ, ഒരു വിവാഹം തന്നെയാണ്, പ്രത്യേകിച്ച് സച്ചി സാറ് പൈസ ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി പേരുണ്ടാവും, വിവാഹം തന്നെ പോലെയാണ് ഈ നിശ്ചയം, അതിനും പ്രാധാന്യം നൽകണം. അപ്പോഴേക്കും ചീരി പറയണേ, ഈ മോതിരം ഇടുന്ന ചടങ്ങൊക്കെ ഉണ്ട്, ആ മോതിരം പിന്നെ നമ്മുടെ കയ്യിൽ എന്നും ഉണ്ടായിരിക്കണം, അതൊക്കെ ഒരു ഓർമ്മ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹം എന്ന് തന്നെ എന്നൊക്കെ പറയാമെന്ന് പറയുമ്പോൾ, എന്തിനാ ഇങ്ങനെ ആർഭാടത്തോടു കൂടി കഴിക്കുന്നത്? നാലാളെ അറിയാതെ ഒന്ന് ഒളിച്ചു വെച്ച് കഴിച്ചൂടെ എന്നിങ്ങനെ പറയുന്ന സമയത്ത്, ഇത് നാലാളെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കഴിപ്പിക്കുന്നത്, അത് നിനക്കറിയില്ല, കാരണം നിന്നെ ഇനി വേറൊരുത്തൻ പെണ്ണ് ചോദിച്ച് വരരുത് എന്ന് അറിയാനും കൂടി വേണ്ടിയിട്ടാണ് ഈ വിവാഹ നിശ്ചയം എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് അനുപമ പറയാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ട്, എന്താപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ചോദ്യങ്ങൾ? എന്തായാലും കൂടുതൽ നിനക്ക് പഠിക്കാൻ കഴിയും. ഒരു കാര്യം നീ ചിന്തിച്ചോ, വിവാഹം എന്ന് പറയുന്നത് ചെക്കൻ്റെ കൂടെ പോകേണ്ടി വരും, നിശ്ചയം എന്ന് പറയുന്നത് നിനക്ക് വീട്ടിൽ തന്നെ ഇരിക്കാം, പക്ഷേ രണ്ടും ഏകദേശം ഒരുപോലെയാണ് എന്നുള്ള വാക്കുകളൊക്കെ അങ്ങ് പറഞ്ഞിട്ട് അവർ പറയണം, ഞങ്ങൾക്ക് ഉറക്കം വരുന്നു, ഞങ്ങൾ കിടക്കട്ടെ. അപ്പോൾ മഞ്ചാടി, നീ വരുന്നില്ലേ എന്ന് അനുപമ ചോദിക്കുമോ? മഞ്ചാടി പറയാണ്, ഞാൻ വരുന്നില്ല, നിങ്ങൾ കിടന്നോളൂ, ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ചിരി പറയാണ്, സ്വപ്നം കാണൽ കൂടിയിട്ടുണ്ടാവും, എന്തായാലും കാണട്ടെ എന്ന് പറഞ്ഞ് അവരങ്ങ് കാര്യമാക്കാതെ അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് മഞ്ചാടി പറയുന്നുണ്ട്, നാളെ മുതൽ എല്ലാവരും നാളെ എൻഗേജ്മെൻറ്റിന് അച്ഛൻ ക്ഷണിക്കാൻ തുടങ്ങില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് അനുപമ പറയാൻ കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ മാഷും മഞ്ചാടിയും കൂടി അമ്പലത്തിൽ പോയിരിക്കുകയാണ്. അപ്പോൾ പൂജാരിയോട് പറയാണ്, ഞങ്ങൾ ഇവിടെ വന്നതൊരു വിശേഷമുണ്ട്. അപ്പോൾ വിശേഷം എന്താണെന്ന് തിരക്കിയതിന് ശേഷമാണ് കേട്ടോ പൂജാരിയോട് ഇത് പറയുന്നത്. ആദ്യം എൻ്റെ മോളുടെ വിവാഹ നിശ്ചയമാണ് ഈ വരുന്ന 3-ാം തീയതി, അതുകൊണ്ട് തന്നെ എൻ്റെ മകളുടെ നിശ്ചയം ആദ്യം ദൈവത്തിൽ നിന്ന് തന്നെ പറയട്ടെ എന്ന് കരുതിയാണ് എന്ന് പറയുമ്പോൾ പൂജാരി പറയണേ, എന്നാൽ ദൈവം അത് സ്വീകരിച്ചിരിക്കുന്നു എന്ന രീതിയിൽ ഞാനത് ക്ഷണം സ്വീകരിക്കുന്നു എന്ന് പൂജാരിയും പറയണേട്ടാ. അങ്ങനെ എന്നാൽ ശരി, ഞങ്ങൾ പോട്ടെ എന്ന് പറയാം. മഞ്ചാടി അവിടെ നിന്ന് ഇറങ്ങി തിരിഞ്ഞ് നോക്കുമ്പോൾ ജീവരാജിൻ്റെ അച്ഛനെയും അമ്മയും കാണുന്ന മഞ്ചാടി ആകെ പേടിക്കാണ്. അപ്പോൾ മാഷും തൻ്റെ മകളെങ്ങനെ അടക്കി പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ജീവരാജിൻ്റെ അച്ഛനും അമ്മയും ഒരക്ഷരം മിണ്ടുന്നില്ല. എന്നാൽ ഈ സമയം രഘുവും അമ്പിളിയും അനുപമയും കൂടി ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ രഘു പറയണേ, എനിക്ക് പോവാൻ തിടുക്കമായി, ഞാൻ പോട്ടെ.
എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഈ മഞ്ചാടിയെ ഇപ്പോൾ ഈ വയ്യാത്ത കയ്യും വെച്ച് കൊണ്ടുപോയിരിക്കുന്നത്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നിങ്ങനെ മാഷിനെ കുറിച്ച് രഘു പറയുമ്പോൾ അവിടെ അമ്പിളി പറയാണ്, ഇതിൽ ഒരു കാര്യമുണ്ട്, മഞ്ചാടി ഇപ്പോഴും കുട്ടിക്കളി വിട്ടിട്ടില്ല, മഞ്ചാടിക്ക് ഇപ്പോഴും തൻ്റെ നിശ്ചയമാണ് നടക്കാൻ പോകുന്നതെന്ന് സീരിയസ് വന്നിട്ടില്ല. അപ്പോൾ ചീരു പറയും ശരിയാണ്, ആ സീരിയസ്നെസ് അവൾക്ക് തോന്നിയിട്ടില്ല, കാരണം അവൾ ഇപ്പോൾ ഒരു കുട്ടിക്കളിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അച്ഛനിൽ ഒരു വാശി, അവൾ നാലാളറിയെ അവളുടെ വിവാഹം നടത്താൻ പോവുകയാണെന്ന് തോന്നിക്കാൻ വേണ്ടി അച്ഛൻ കൊണ്ടുപോയിരിക്കുകയാണെന്ന് അനുപമയും പറയുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഓരോരുത്തരെയും മാറി പറയാണ്. അപ്പോൾ ഈ സമയം അതൊക്കെ ഇപ്പം എന്തിൻ്റെ ആവശ്യം എന്താ, അവൾക്കറിയാലോ ഗോകുലുമായി ഒരു വിവാഹ നിശ്ചയം നടത്തുമെന്ന്. അപ്പോൾ ഉടൻ തന്നെ അമ്പിളി പറയാണ്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മഞ്ചാടി എന്ന് പറയുന്നത് ഇവിടെ ആർക്കും ഒരു കാര്യവും പറയാൻ പറ്റില്ല. മഞ്ചാടി ഇപ്പോൾ പതുങ്ങിയിരിക്കുകയാണ്, മഞ്ചാടിയുടെ ഉള്ളിൽ എന്തൊക്കെ അവൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഈ നിശ്ചയം നടത്തുന്ന ഒരു കല്യാണമാക്കാണ് ഏറ്റവും നല്ലത്. അതെന്താ നീ അങ്ങനെ പറയുന്നതെന്ന് രഘു പറയുമ്പോൾ മഞ്ചാടി എന്ന് പറയുന്നവൾ ഇപ്പോൾ പഠിപ്പിൻ്റെ ആവശ്യം പറഞ്ഞ് ഈ വിവാഹ നിശ്ചയത്തിൽ നിർത്തുന്നു. എന്നാൽ അവൾ നാളെ പഠിച്ച് നല്ല നിലയ്ക്ക് എത്തുമ്പോൾ അവൾ പറയുകയാണ്, എനിക്കൊരു കലക്ടർ മതി, എനിക്ക് വേറുള്ളവരെ മതി എന്ന് അവൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗോകുലിന് പ്രായമായി എന്നുള്ള വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രഘു പറയണം, അങ്ങനെ അമ്മാവനെ അവൾ അപമാനിക്കുമോ? എന്നാൽ അത് ഉണ്ടാവും രഘുവേട്ട, കാരണം മഞ്ചാടി മറ്റുള്ള അനിയത്തിമാരെ പോലെയല്ല. എൻ്റെ അനിയത്തിയായ മഞ്ചാടി, മറ്റുള്ളവരിൽ എനിക്ക് ആ വിശ്വാസമുണ്ട്, എന്നാൽ മഞ്ചാടിയിൽ എനിക്ക് ആ വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ രഘു പറയാണ്, അമ്പിളി നീ ഇപ്പോൾ പറഞ്ഞത് പറഞ്ഞു, ഇനി ഇതിവിടെ ആരോടും പറയരുത്, നീ ഇതിവിടെ മിണ്ടാതെ വെച്ചേക്ക് ഇതിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മുന്നിൽ തന്നെ ഇത് പറഞ്ഞത്, പക്ഷെ മാഷിനോട് ഇത് പറയണ്ടെന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം സുശീലയാണ് കാണിക്കുന്നത്. സുശീലയുടെ അടുത്തോട്ട് സുധൻ വന്നിരിക്കുകയാണ്, കല്യാണം ക്ഷണിക്കാൻ പോകാൻ വേണ്ടി സുധൻ വിളിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇന്ദ്രൻ ചോദിക്കുകയാണ്, എന്തിനാണ് എൻ്റെ അമ്മയെ വിളിക്കുന്നത്, എൻ്റെ അമ്മ അതിന് പറ്റിയ ആരോഗ്യസ്ഥിതിയൊന്നും അല്ല, ഇപ്പോൾ പെണ്ണ് ചെന്ന് കല്യാണം പറയണമെന്ന് തന്നെ എന്താ നിർബന്ധം, അല്ല ഞാൻ കൊടുത്തവരൊക്കെ ഉണ്ട്, അവർക്ക് എനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നൊരു തോന്നൽ വന്നാലാണ് കൊടുത്തവർ എനിക്ക് തിരിച്ചു തരുള്ളൂ എന്ന് സുധൻ പറയുകയാണ് കേട്ടോ. എന്തായാലും അമ്മയെ അങ്ങനെ നടത്തിക്കണ്ട. അപ്പോൾ ഇതൊക്കെ സുശീല റൂമിലിരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രൻ ഈ വാക്ക് പറയുമ്പോൾ സുധൻ പറയാണ്, ഞാനൊരിക്കലും നടത്തിക്കില്ല, കാരണം ഞാനൊരു ഓട്ടോ വിളിച്ചിട്ടാണ് വന്നത്, സുശീലയെ ഓട്ടോയിൽ തന്നെ ഞാൻ കൊണ്ടുപോകും എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ. അപ്പോൾ ഉടൻ തന്നെ സോന അറിഞ്ഞുകൊണ്ട് സുശീലക്ക് ഇട്ടൊരു കൊട്ടാണ്. അതായത് നമ്മുടെ ഇന്ദ്രേട്ടൻ്റെ വീട്ടിൽ നിങ്ങൾ പറയുമോ, അനുചേച്ചിയുടെ വീട്ടിൽ കല്യാണം പറയുമോ എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന സുശീല റൂമിൽ നിന്ന് ചടുപിടും തന്നെ അങ്ങോട്ട് ഓടി വരികയാണ്, എടി എന്തിനാ നിൻ്റെ അനുചേച്ചിയുടെ വീട്ടിൽ മാത്രമാക്കുന്നത്, നിൻ്റെ അമ്മായിയച്ഛൻ്റെ വീട്ടിലും പറയാം, എന്നാൽ ഏറെ നന്നായിരുന്നു അമ്മേ എന്ന് തിരിച്ച് സോനയും പറയാൻ കേട്ടോ. അങ്ങനെ സുശീലക്ക് ദേഷ്യം പിടിക്കുക. അങ്ങനെ സുധനോട് പറയാം, ഇവളോട് സംസാരിക്കാൻ നിൽക്കുന്നിട്ട് കാര്യമില്ല, നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് സുധനെ വിളിച്ചു കൊണ്ടുപോകാണ്ട. അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുകയാണ്, സോനെ നീ എന്തിനാ വെറുതെ അമ്മയെ ചൂട് പിടിപ്പിക്കാൻ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞത്? ഇന്ദ്രേട്ടാ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ അമ്മക്ക് നമ്മളോടൊക്കെ സ്നേഹമുണ്ട്, പക്ഷേ അമ്മയ്ക്ക് എന്ത് നടക്കും എന്നൊരു തോന്നലാണ്, അത് നടക്കില്ല എന്ന് കാണുമ്പോൾ അമ്മയുടെ യഥാർത്ഥ സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ സ്നേഹം പുറത്തു വരും. അപ്പോൾ എന്താ നീ പറഞ്ഞു വരുന്നത്? അല്ല ഇന്നലെ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇവിടെ ഇട്ടു പോരുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ തൊടില്ല എന്നൊക്കെ പറഞ്ഞ അമ്മ എൻ്റെ ശ്യാമമോളുടെ കരച്ചിൽ കണ്ടപ്പോൾ അമ്മയുടെ സ്വഭാവമൊക്കെ ആകെ മാറി, അമ്മ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്ന ആ ഒരു സീനാണ് കണ്ടത് എന്ന് പറയുമ്പോൾ ഇന്ദ്രന് ഒരുപാട് സന്തോഷമാവണം കേട്ടോ. അപ്പോൾ ഇന്ദ്രൻ പറയാം, ആഹാ അമ്മ ആൾ കൊള്ളാലോ എന്ന് പറയുമ്പോൾ എനിക്കൊരു ഉറപ്പുണ്ട്, നമ്മളെല്ലാവരും ഇവിടെ നിന്നും ഞാനൊക്കെ മാറി താമസിച്ചാൽ അമ്മയുടെ ഉള്ളിൽ ആ സ്നേഹം പുറത്തു വരും, രക്തബന്ധത്തിൻ്റെയും സ്നേഹബന്ധത്തിൻ്റെയും മറ്റുള്ളവരും ഉണ്ടാവുന്ന വില എന്തെന്ന് അമ്മ തിരിച്ചറിയുമെന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയാം, അങ്ങനെ ആയാൽ നന്നായിരുന്നു എന്ന് ഇന്ദ്രൻ പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മഞ്ചാടിയെ തന്നെയാണ്. മഞ്ചാടി ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ അമ്പിളി ചോദിക്കുക, നീ അവരെ അവിടെ വെച്ച് കണ്ടു വെച്ചിട്ട് നീ എന്തിനാടി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അപ്പോൾ അനുപമ ചോദിക്കുക, ചേച്ചി പറയുന്ന കാര്യമുണ്ട്, നീ എന്തിനാ അങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, അവരെ വെച്ച് കണ്ടു എന്ന് വെച്ചാൽ എന്താ കുഴപ്പം? അല്ല അവരെന്താ ഈ നാട്ടിൽ അവരുടെ ബന്ധുക്കൾ ആരും തന്നെ ഇല്ലല്ലോ, പിന്നെന്താ അവരിവിടെ എന്ന് ചോദിച്ച ഉടൻ തന്നെ അവിടെ പറയാണ്, അതൊക്കെ ശരിയാവാം, പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അമ്പിളി പറയണേ, ഒരു കണക്കിന് അവരവിടെ ഉണ്ടായത് നന്നായില്ലടി, കാരണം നിൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്ന് അവർക്ക് അറിയാൻ പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോൾ മഞ്ചാടിക്കുള്ളിൽ ആശയക്കുഴപ്പങ്ങളാണ് കേട്ടോ. എന്നാൽ ഈ സമയം അമ്പിളി ചോദിക്കും, അല്ല അച്ഛൻ എങ്ങോട്ടാടി പോയത്? അതെ എൻ്റെ കോളേജിൻ്റെ കാര്യത്തിന് വേണ്ടി പോയിരിക്കുക. അതെന്തിനാ കോളേജ് കാര്യം? അല്ല എനിക്കിപ്പോൾ അഡ്മിഷൻ കിട്ടണം, അതാണ് എൻ്റെ ഇപ്പോൾ വലിയ കാര്യം. അപ്പം മഞ്ചാടിയോട് അമ്പിളി പറയണം, ഇപ്പം നിൻ്റെ വിവാഹ നിശ്ചയം നടത്തണം, എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അയ്യോ എനിക്ക് വിവാഹം നടത്താൻ നല്ലതെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വിവാഹ നിശ്ചയത്തിനോട് തന്നെ ഇപ്പോൾ താല്പര്യമില്ല, എനിക്ക് എൻ്റെ പഠിപ്പാണ് വലുത്, ഇന്ന് തന്നെ എൻ്റെ അഡ്മിഷൻ ഒന്ന് ശരിയായെങ്കിൽ അത് നന്നായിരുന്നു എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്തൊക്കെയൊരു ദുരൂഹത ഇങ്ങനെ
അമ്പിളിക്ക് മനസ്സിൽ തോന്നുകയാണ്, ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന ലെവലിൽ ഇങ്ങനെ അമ്പിളി നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം മാഷിനെയാണ് കാണിക്കുന്നത്. മാഷ് മധുമാഷിനെ കാണാൻ പോയിരിക്കുകയാണ്. അപ്പോൾ കോളേജിൻ്റെ കാര്യങ്ങൾ, എൻ്റെ കുഞ്ഞിന് ഈ കൊല്ലം തന്നെ അഡ്മിഷൻ കിട്ടും, അപ്പോൾ ഈ കൊല്ലം കിട്ടിയില്ല അടുത്ത കൊല്ലം നോക്കാൻ പറ്റുള്ളൂ. അല്ല മാനേജ്മെൻറ്റൊക്കെ വിചാരിച്ചാൽ കിട്ടുമല്ലോ. ഞങ്ങൾ മാനേജ്മെൻറ്റ് കോട്ടയില്ല അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷേ മഞ്ചടി എന്ന് പറയുന്ന വ്യക്തി ഒരു പീഡനത്തിന് ഇരയായവളും അതുമല്ല സൂയിസൈഡ് ചെയ്തവളും ആയതുകൊണ്ട് തന്നെ ഈ കുട്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യാനേ ഈ സ്കൂളിൽ എല്ലാവർക്കും ഇടയുണ്ടാവുള്ളൂ. ഇപ്പോൾ ഒന്നാമത് എക്സാമിൻ്റെ ടൈമല്ല, അപ്പോൾ അതുകൊണ്ട് എന്ന് പറയുമ്പോഴേക്കും മാഷ് പറയണേ ഇനി കൂടുതലായി എൻ്റെ കുട്ടിയെ കുറിച്ചൊന്നും പറയണ്ട എന്ന് പറയുന്ന ആ സീനിലായിട്ട് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.